بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ. അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. സൂറത്തുൽ ബഖറ 210 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം പൂർത്തിയാക്കിയത്. ഇൻഷാ അല്ലാഹ് 211-ാമത്തെ ആയത്ത് തുടങ്ങുന്നു. പരിഭാഷയിൽ 342-ാമത്തെ പേജാണ്. എടുത്തില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൽ ബനീ ഇസ്രായീല കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിന വമൻ യുബദ്ദിൽ നിഅമതല്ലാഹി മിൻ ബഅദി മാ ജാഅത്ഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. 211 മുതൽ 214 വരെയുള്ള ആയത്തുകളാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ വിഷയങ്ങളിൽ നിന്ന് ഒരല്പം വ്യത്യസ്തമായിട്ട് മറ്റ് ചില കാര്യങ്ങൾ അൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് നാം കേൾപ്പിച്ച ജൂതരെക്കുറിച്ച്, ഇസ്രായേലരെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു പോയി മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഒന്നാമത്തെ ആയത്ത് സൽ ബനി ഇസ്രായേൽ. ഓതുമ്പോൾ സൽ ബനി ഇസ്രായേൽ, ഇസ്രായേൽ അല്ല ഇസ്രായേൽ. സൽ, നീ ചോദിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാ, സൽ, നീ ചോദിക്കുക. ബനി ഇസ്രായേൽ, ബനു ഇസ്രായേല്യരോട്, ഇസ്രായേൽ സന്തതികളോട്. ആരാണ്, ആരുടെ പേരായിരുന്നു ഇസ്രായേൽ?
അൽബക്കറുടെ ആദ്യത്തെ പഠിച്ചതാണ് അല്ലേ. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ മക്കളുടെ പേരാണ്, ആ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ. ആ യാക്കൂബ് നബിയുടെ പരമ്പര അതിൽ അവസാനത്തെ ഒരുപാട് നബിമാർ വന്നു. അവസാനത്തെ നബി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലുടെ നബിയായിരുന്നു. ആ സന്തതികളോട് ചോദിക്കുക റസൂലെ, കം എത്രയാണ് ആതൈനാഹും നാം അവർക്ക് നൽകിയത്, എത്ര നാം അവർക്ക് നൽകി, മിൻ ആയ തെളിവുകൾ, അതെങ്കിലും ദൃഷ്ടാന്തങ്ങൾ, ബയ്യന വ്യക്തമായ. ഈ ഇസ്രായേലർക്ക് എത്ര തെളിവുകളാണ് നാം അവർക്ക് വ്യക്തമായത് നൽകിയത്? എന്താ ഉദ്ദേശിക്കുന്നത്? കം ഖദ് ഷാഹദു മഅ മൂസ, എത്ര തെളിവുകൾ, ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർ മൂസാനബിയുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ കണ്ടു. വമൻ ആര്, യുബദ്ദിൽ മാറ്റം വരുത്തുകയാണോ, ആരെങ്കിലും മാറ്റിമറിക്കുകയാണെങ്കിൽ, നിഅമത്തല്ലാ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ, അള്ളാഹുവിൻ്റെ നിഅമത്തിന് അനുഗ്രഹത്തിന് ആരെങ്കിലും മാറ്റം വരുത്തുകയാണ്. ഞാനത് വിശദീകരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന്. മിം ബഅദി മാ ജാഅത്, അവർക്ക് വന്നതിന് ശേഷം, അഥവാ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ കൃത്യമായി അവർക്ക് വന്നതിന് ശേഷം അവർ എന്തോ ഒരു സംഗതി മാറ്റം വരുത്തുന്നുണ്ട്. ഞാനത് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും മാറ്റം വരുത്തുകയാണ്, അഥവാ നിഅമത്തല്ലാ അള്ളാഹുവിൻ്റെ നിഅമത്ത് മിൻ ബഅദി മാ ജാഅത്സു, അഥവാ അവർക്ക് ആ നിഅമത്ത് വന്നതിന് ശേഷം, ഫ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല ഷദീദുൽ ഇഖാബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഒന്നുകൂടെ ആയത്ത് ശ്രദ്ധിച്ചോ. സൽ നീ ചോദിക്കുക, ബനി ഇസ്രായേൽ ബനു ഇസ്രായേല്യരോട് നീ ചോദിക്കണം, കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിന, എത്രയാണ് അവർക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ നൽകിയത്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വമൻ യുബദ്ദിൽ നിഅമത്തല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ മാറ്റം വരുത്തുകയാണ്, മിൻ ബഅദി മാ ജാഅതു, അതവന് ആ അനുഗ്രഹം അവന് വന്നതിന് ശേഷം, ഫ ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല ഷദീദുൽ ഇഖാബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഉദ്ദേശിക്കുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ ജീവിച്ച ഇസ്രായേല്യർ ഒരുപാട് നിഅമത്തുകൾ അവരുടെ കണ്ണുകൊണ്ട് കണ്ടു. ഒരുപാട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ഫിറഔനുമായിട്ടുള്ള മത്സരത്തിൽ തന്നെ മജീഷ്യന്മാർ, സാഹിര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണ്. മൂസാനയുടെ കയ്യിലെ വടി നിലത്തിട്ടപ്പോൾ സർപ്പങ്ങളായി അവരുണ്ടാക്കിയ കയറസർപ്പങ്ങളെ വിഴുങ്ങുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ അവർക്ക് വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ഒരു പാറക്കല്ലിൽ ഈ വടി കൊണ്ടടിച്ചപ്പോൾ 12 അരുവികളായി മാറി. കടലിൽ ഈ വടി കൊണ്ടടിച്ചപ്പോൾ ആ കടൽ പിളർന്നു. വലിയ 2 ഭാഗത്തേക്കും കടലിങ്ങനെ എത്രത്തോളം പർവ്വത കണക്കെ സമാനമായിട്ട് ഉയർന്നു നിൽക്കുന്നു. അതിനിടയിലൂടെ വഴികൾ വന്നു. ആ സമയത്ത് പാമ്പല്ല ആയത്, വടികൊണ്ട് കടലടിച്ചപ്പോൾ കടൽ പിളർന്നു പോവുകയാണ് ചെയ്യുന്നത്. പാറക്കല്ലിലടിച്ചപ്പോൾ അവർക്ക് അരുവികൾ, 12 ഗോത്രത്തിന് 12 നിലക്കുള്ള അരുവികളുണ്ടായി, വെള്ളം കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഫലസ്തീനിലേക്കുള്ള യാത്രയിൽ ആ മരുഭൂമി വനാന്തരത്തിൽ വെച്ച് അല്ലാഹു തആല അവർക്ക് മന്നും സൽവയും നൽകി. ചൂട് കൊണ്ട് കഠിനമായപ്പോൾ അല്ലാഹു തആല അവർക്ക് തണൽ നൽകി. ഇങ്ങനെ എത്ര എണ്ണിയാൽ, ഖുർആൻ പറഞ്ഞു ലോകത്ത് ഏറ്റവും കൂടുതൽ നിഅമത്ത് കിട്ടിയ സമുദായം ആരാണ്? ഇസ്രായേല്യരാണ് വന്നത്. ഇസ്രായേല്യർക്കാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ കൊടുത്തത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇങ്ങനെയൊക്കെ അവർക്ക് കൊടുത്തിട്ടും ആരാണ് ഈ നിയമത്തൊക്കെ വന്നതിന്, അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം തനിക്ക് വന്നതിന് ശേഷം ഇതാരാ മാറ്റിമറിക്കുന്നത്? ബിൽ കുഫർ കൊണ്ട്, ഏറ്റവും നന്ദികേട് കൊണ്ട് ഈ നിയമത്തുകളൊക്കെ അവർ മാറ്റി. ഇതാണ് ഇസ്രായേൽ സന്തതികളോട് ചോദിക്കണേ എന്ന് റസൂലുള്ളാഹിനോട് പറയുന്നത്. ഇവരും നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനെ കൃത്യമായിട്ടറിയും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അവരെന്ത് ചെയ്യും? അറിയും. ആ നിലക്കറിഞ്ഞിട്ടും എല്ലാ സത്യം അറിഞ്ഞിട്ടും നിഷേധികളായി തീരുകയാണ്. ഇതെന്തിനാ നമ്മൾക്ക് അല്ലാഹു തആല ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്? സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ജൂതരെ പോലെ നിങ്ങളാകരുത്.
അള്ള ഇത്രയൊക്കെ തന്നിട്ട്, അള്ള ഇത്രയൊക്കെ ജൂതർക്ക് കൊടുത്തിട്ട് അവർ നന്ദികേട് കാണിച്ചു. നന്ദികേടും അൽ-ബഖറയുടെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. പ്രവാചകന്മാരെ കൊന്നിട്ടും അള്ളാഹു എന്ത് കൊടുക്കുമ്പോഴും അതിനോട് കൂടുതൽ നന്ദികേട് കാണിച്ചിട്ടും, ഫലസ്തീനിൽ കയറണം എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിയോട് ഞങ്ങൾ കയറില്ല, അവിടെ ആ പോക്കിരികളുണ്ട്, നീയും അള്ളയും പോയി യുദ്ധം ചെയ്യ്, ഞങ്ങളിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ റബ്ബിനോട് നന്ദികേട് കാണിച്ചു, ഷിർക്ക് ചെയ്തു, കുഫ്ർ ചെയ്തു. പിന്നെ എല്ലാ നിലക്കും അള്ളാഹു തആല കടലിൻ്റെ അക്കരയിലേക്ക് രക്ഷിച്ചപ്പോൾ ഒരു 40 ദിവസം മാറി നിന്നപ്പോഴത്തേക്ക് പഴയ ഷിർക്കിലേക്ക് ഇവർ പോയി. ഇങ്ങനെ നന്ദികേട് കാണിച്ചു, അമ്പിയാക്കളെ കൊന്നിട്ടും എല്ലാ നിലക്കും തോന്നിവാസങ്ങൾ കാണിച്ചു. ഇതുപോലെ സത്യവിശ്വാസികളെ നിങ്ങളാകരുത് എന്ന് പഠിപ്പിക്കാനാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത് അള്ളാഹു തആല ഈ ആയത്തുകളോട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ സത്യസന്ദേശം, അള്ളാഹുവിൻ്റെ ഈ നിഅമത്ത് എല്ലാം നമ്മൾക്ക് കിട്ടിയിട്ട് ഇട്ടെറിഞ്ഞു പോവുകയാണെങ്കിൽ, എന്നിട്ടും റബ്ബിനോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, ഫ ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, അള്ളാഹു തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ശിക്ഷ തുടങ്ങിയാൽ അള്ളാഹു തആല ഏതൊക്കെ നിലക്ക് ശിക്ഷിക്കും. തെറ്റുകൾ കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാതെ മൗനം പാലിച്ചാൽ അവർക്ക് പോലും അള്ളാഹുവിൻ്റെ ശിക്ഷകൾ ബാധിക്കും അല്ലേ. തെറ്റുകൾക്കുള്ള ശിക്ഷ വരുമ്പോൾ അവരെ മാത്രമായിരിക്കും അള്ളാഹ് പിടികൂടുക, മൊത്തത്തിലായിരിക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരിക. കുറ്റവാളികൾക്ക് ഇവിടെ അള്ളാഹു അവർ തൗബ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ പുറത്ത് കൊടുത്തേക്കാം, ചിലപ്പോൾ അള്ളാഹു തആല ശിക്ഷിച്ചേക്കാം. പരലോകത്ത് കുറ്റവാളികളോട് അള്ളാഹു തആല ഒരു നിരക്കുള്ള കരുണയും തൊട്ട് തീണ്ടിയിട്ടുണ്ടാകില്ല. നമ്മൾക്കൊരു പാഠമാണിത്. അള്ളാഹു തആല തെരുന്തോറും നന്ദികേട് കാണിക്കുന്ന സ്വഭാവങ്ങൾ നമ്മൾക്കുമുണ്ട്. ബനു ഇസ്രായേലിയുടെ ജൂതൻ്റെ സ്വഭാവമാണത്. നമ്മളും സാന്ദർഭികമായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾക്ക് മുമ്പ് ചിന്തിച്ച് നോക്കിയാൽ മതി. അള്ളാഹു തആല നമ്മളെ പരീക്ഷിച്ച് കുടുങ്ങിയ സമയത്ത്, പ്രയാസപ്പെടുന്ന നേരത്ത് അള്ളാഹുവിനോട് അടുത്ത രീതിയിലല്ല, സുഖങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോൾ നമ്മൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുന്നില്ല. പണ്ടത്തെ ആ നിലക്ക് എന്ത് ചെയ്യുന്നില്ല, എത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? സുഖങ്ങൾ കിട്ടും തോറും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് നമ്മൾ മാറുക. നമുക്ക് ദീനൊരു തടസ്സമായിട്ട് വരികയാണ്. ഒരുപാട് കച്ചവടം, ഒരുപാട് വലിയ സാലറിയും ഒരുപാട് നല്ല സ്റ്റാറ്റസിലേക്കൊക്കെ ഒരു ഉയർന്നു നിൽക്കുമ്പോൾ പിന്നെ ദീനിൻ്റെ നിയമങ്ങൾ, ചിട്ടവട്ടങ്ങൾ, ഹറാമ് ഹലാല് ഇതൊന്നും നമ്മൾക്ക് അത്രയിട്ട് പിടിക്കുന്നില്ല. പിന്നെ നമ്മൾ നിയന്ത്രിക്കുന്ന, നമ്മുടെ മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് ഒരു വിഷയം. എന്നിട്ട് അള്ളാഹ് പറയുക, എന്തുകൊണ്ടാണ് ജൂതരിങ്ങനായത്, എന്തുകൊണ്ടാണ് കാഫിര്യങ്ങൾ എങ്ങനെ ആകുന്നത്, എന്തുകൊണ്ടാണ് ആളുകൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നത്? ഷിർക്കും കുഫറും ആളുകളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുയ്യിന ലില്ലദീന കഫറു, കാഫിര്യങ്ങൾക്ക്, അവിശ്വാസികൾക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. സീന, അതാണ് ഈ സീനത്ത് വെച്ചാൽ അലങ്കാരം എന്ന. സുയ്യിന അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു, ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു. ലില്ലദീന കഫറു അവിശ്വാസികൾക്ക്. അൽ ഹയാത്തുദ്ദുന്യ ദുനിയാവിലെ ജീവിതം. അൽ ഹയാത്തുദ്ദുന്യ ഓതുമ്പോഴും സുയ്യിന ലില്ലദീന കഫറുൽ ഹയാ അല്ലെ, ഹ അക്ഷരം മാറിപ്പോകരുത് കേട്ടോ, അർത്ഥം മാറും. അൽ ഹയാത്തുദ്ദുന്യ ദുനിയാവിലെ ജീവിതം അവർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. വയസ്ഖറൂന അവർ പരിഹസിക്കുകയും ചെയ്യുകയാണ്. മിനല്ലദീന ആമനു സത്യവിശ്വാസികളെ. ഈ ലോകം അവിശ്വാസികൾക്ക് വലിയ ഭംഗിയായിട്ട്, ഇത് തന്നെയാണ് ഏറ്റവും വലുത് എന്നവർ ചിന്തിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന അവിശ്വാസികൾ ഈ ഇസ്ലാമിക നിയമങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ മുറുകെ പിടിച്ച് ദുനിയാവിൻ്റെ സുഖലോലുപതയിൽ അങ്ങനെ ജീവിക്കാതെ ഒതുങ്ങി ജീവിക്കുന്ന വിശ്വാസികളെ കാണുമ്പോൾ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ വല്ലദീന തഖൗ തഖ്വയുള്ളവർ ഫൗഖഹും അവർക്ക് മുകളിലാണ്. ഫൗഖ എന്താ മീനിങ്? മുകൾ. ഫൗഖഹും അവർക്ക് മുകളിലാണ്. വല്ലദീന തഖൗ തഖ്വയുള്ളവർ, സൂക്ഷ്മത കാണിക്കുന്നവർ, ഭക്തിയുള്ളവർ, ഫൗഖഹും അവർക്ക് മുകളിലാണ്. യൗമൽ ഖിയാമ, എവിടെ? ഖിയാമത്ത് നാളിൽ. ഇവിടെയല്ല, ഇവിടെ ചിലപ്പം മറ്റുള്ള ആളുകളായിരിക്കും വലിയ ആളുകളായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ആരായിരിക്കും അവിശ്വാസികളുടെ മുകളിൽ നിൽക്കുന്നത്? തഖ്വയുള്ളവർ. വല്ലാഹു അള്ളയാകട്ടെ റിസ്ഖ് നൽകുന്നു, ഉപജീവനം നൽകുന്നു. മൻ യശാ
അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. അല്ലാഹു യർസുഖു, അള്ളാഹു തആല നൽകുകയാണ്, അഥവാ എന്തും നൽകിക്കൊണ്ട് എന്തും നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. ഹിസാബ് കണക്ക്, ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ. ഒന്നുകൂടെ, സുയ്യിന ലില്ലദീന കഫറു, അവിശ്വാസികൾക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു അൽ ഹയാത്തു ദുനിയ, ദുനിയാവിലെ ജീവിതം. വയസ്ഖറൂന മിനല്ലദീന ആമനു, സത്യവിശ്വാസികൾ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. വല്ലദീന തഖൗ, തഖ്വയുള്ളവർ, ഫൗഖഹും, അവർക്ക് മുകളിലാണ്, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. വല്ലാഹു യർസുഖു മൻ യശാഉ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുകയാണ്, ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അള്ളാഹു തആല നൽകുന്നു. പഠിച്ചു എന്തുകൊണ്ടാണ് പിന്നെ ആളുകൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നത്? ദുനിയാവാണ് കാരണം. എല്ലാവരും, ജൂതരോ ക്രൈസ്തവരോ അതുപോലെ തന്നെ അവിശ്വാസികളോ ആരാകട്ടെ, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകലാൻ അവർക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളുമാണ്. മുസ്ലിമായി ജനിച്ചിട്ടും മുസ്ലിമായി വളരുമ്പോഴും നമ്മളും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകലാൻ കാരണം ദുനിയാവ് തന്നെയാണ്. സത്യമല്ലേ അത്? അല്ലേ? നമ്മൾ മുമ്പ് ചോദിച്ചിരുന്നു, എല്ലാവർക്കും പരലോകത്ത് സ്വർഗത്ത് പോകാനൊക്കെ ഇഷ്ടമുണ്ട്, പക്ഷേ ഇവിടുത്തെ ജീവിതം നമ്മൾ സുഖം നശിപ്പിക്കാനായിട്ട് തയ്യാറുമല്ല. ഇവിടുത്തെ നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പരലോകത്ത് സ്വർഗം കിട്ടാൻ. റസൂലുള്ളാഹിയുടെ കാലത്ത് വലിയ ബിസിനസ്സുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പക്ഷേ അശറത്തുൽ മുബശ്ശിരീനിൽ അദ്ദേഹം ഉണ്ടോ? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുണ്ട് ഒന്നിച്ചിരിക്കുമ്പോൾ, അല്ലേ? ആ സമയത്ത് അവരുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ ധനാഢ്യനാ, അല്ലേ? ഉസ്മാൻ റളിയല്ലാഹുവിന് സ്വർഗം നഷ്ടപ്പെട്ടോ ബിസിനസ് കൊണ്ട്? മദീനത്തെ മീഖാത്തിൻ്റെ പേര് അബയാർ അലി എന്നാ. അബയാർ അലി എന്താ? ബിഇർ എന്ന് പറഞ്ഞാൽ കിണറാ. അലി റളിയല്ലാഹുവിൻ്റെ കിണറുകളുണ്ടല്ലേ വാങ്ങിക്കൊടുത്ത്. ഒരുപാട് ദാനങ്ങൾ ഇസ്ലാമിൽ, ചെറുപ്പകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇഷ്ടം പോലെ ദാനം ചെയ്തു. അവർക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. കയ്യും കണക്കുമില്ലാതെ കൊടുത്തതാണ്. പിന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സ്വർഗം നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. പക്ഷെ നമ്മൾക്ക് നേരെ ഇനി നമ്മളിലേക്ക് വാ. നമുക്ക് സുഖം കിട്ടും തോറും നമ്മൾക്ക് എന്ത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്? സ്വർഗത്തുനിന്നും ദീന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അഥവാ സ്വർഗത്ത് നമ്മൾ അകന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കാഫിറിൻ്റെ സ്വഭാവമാണ്. എന്താ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിയാത്ത? എന്തുകൊണ്ടാണ് ലോകം ഇസ്ലാമിനെ വെറുക്കുന്നത്? പലിശയിൽ ജീവിക്കുന്ന ജൂതർ ഒരിക്കലും ഇസ്ലാമിന് എന്ത് ചെയ്യൂല? ഇഷ്ടപ്പെടില്ല. കാരണം ഇസ്ലാമിക നിയമം പലിശക്കെതിരാണ്. അതുപോലെ തന്നെ പെണ്ണിൻ്റെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് തൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന സാമ്രാജ്യ ശക്തികൾ ഒരിക്കലും ഇസ്ലാമിനെ ഇഷ്ടപ്പെടില്ല. അവർ ഇസ്ലാമിനെ ഭീകരവാദിയാക്കിയിട്ടും ഇസ്ലാമിൻ്റെ സ്ത്രീകളെ പർദ്ദക്കുള്ളിൽ എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത ലേഡിയായിട്ടും അവർ മാറ്റം വരുത്തുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടത് ഇവൾ അഴിഞ്ഞാടിയിട്ട് ഇവളെ ഉപയോഗപ്പെടുത്തണം. അഥവാ ഒരു പെണ്ണിനെ അവരുടെ മാനം വിറ്റിട്ട് അവർക്ക് അവരുടെ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കണം. അത് പാടില്ല എന്ന് പറയുന്ന ഇസ്ലാമിനെ ഒരിക്കലും ആ മാർക്കറ്റിംഗ് നടത്തുന്ന ഒരാൾക്ക് എന്ത് ചെയ്യൂല? ഇഷ്ടപ്പെടില്ല. ഇതുപോലെ തന്നെ ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, ചൂതാട്ടം പാടില്ല. എന്ത് തോന്നിവാസങ്ങൾ ചെയ്യാനും ആദ്യം ഒരാളെ കുടിപ്പിക്കുന്നത് കള്ളാണ്, മദ്യമാണ്. ആ മദ്യത്തിൻ്റെ ഭാഗത്ത് കൂടി നിങ്ങൾ പോകരുത് എന്ന് പറയുന്ന ഇസ്ലാമിന് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇതാണ് എല്ലാവരും കാഫിറുകൾ, അവിശ്വാസികൾ, നിഷേധികൾ ഇസ്ലാമിനെ എതിർക്കാൻ കാരണം. അള്ളാഹു നമ്മൾക്ക് താക്കീത് തരികയാണ് ഈ ആയത്തിൽ, ദുനിയാവിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുതേ, പോയാൽ നിങ്ങൾ നശിക്കും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വല്ലാഹ്, അള്ളയാണ് സത്യം, ദാരിദ്ര്യത്തെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് എന്താണ്? അൻതുബ്സത അലൈക്കുമുദ്ദുനിയ, ദുനിയാവ് നിങ്ങൾക്കിങ്ങനെ വിശാലായി തരിക, ഇഷ്ടം പോലെ തരിക, വിചാരിക്കാത്ത തരിക. ആരും എവിടെയും പോയി ചിന്തിക്കേണ്ട. നമ്മൾ നാട്ടിൽ പഠിച്ചതും ഇവിടുന്ന് വാങ്ങുന്നതും മാത്രം ഒന്ന് കണക്കൂട്ടി വയ്ക്കിയാൽ മതി. ചിലർക്ക് പഠിച്ച എണ്ണാൻ തന്നെ ഉണ്ടാവില്ല, അല്ലേ? എന്നിട്ടും ഇവിടുന്ന് കിട്ടുന്നത്, ഇന്ന് ഈ ജോലി നഷ്ടപ്പെട്ട് ഇനി വേറൊരു കമ്പനിയിൽ ഈ ജോലി കിട്ടാൻ, ഇന്ന് ഇരിക്കുന്ന കസേരയിലിരിക്കാൻ ഏത് പിന്നെ സർട്ടിഫിക്കറ്റ് അവർ ആവശ്യപ്പെടുന്നതെന്ന് അപ്പോൾ ചോദിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുവരെ ഇരുന്നത് എങ്ങനെയായിരുന്നു. നമ്മൾക്കൊന്നുമില്ല, അള്ളാഹ് തന്നു. റസൂലുള്ളാഹി പറയാണ്, ഞാൻ പേടിക്കുകയാണ് നിങ്ങൾക്ക് ദുനിയാവ് ഇങ്ങനെ വിശാലമാക്കപ്പെടും. ഫതനാഫസുഹ, നിങ്ങൾ എന്നിട്ട് മത്സരിക്കും. അതിൽ ദുനിയാവ് കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തി അടഞ്ഞ് വീട്ടിലിരിക്കുകയല്ലേ ചെയ്യുക, മത്സരിക്കും, എല്ലാവരും മത്സരിക്കും. ആ മത്സരത്തിൽ നിങ്ങൾ പരസ്പരം ദുനിയാവിൻ്റെ പിന്നാലെ പോയി മത്സരിച്ചിട്ട് മുൻഗാമികൾ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കുകയും ചെയ്യും.
ദാരിദ്ര്യത്തെ അള്ളാഹുവിൻ്റെ റസൂലിന് പേടിയില്ല നമ്മൾക്ക്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒതുങ്ങിക്കോളും. പക്ഷേ പിടിച്ചാൽ കിട്ടൂല. പൈസ ഉണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ. ഇത് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ പറയാണ്. നിഷേധം കൂടിക്കൊണ്ടേയിരിക്കുകയാണ് സമ്പത്ത് കൂടുന്തോറും. എന്ന് വെച്ചാൽ അവൻ ഒരുപാട് വഴിയിലൂടെ പരീക്ഷണങ്ങൾ വരും അവൻ്റെ ബിസിനസ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചെറിയൊരു ഇസ്ലാമിക നിയമം അവൻ കണ്ണടച്ചേ പറ്റൂ. അപ്പോൾ അവൻ്റെ മനസ്സിന് അവന് ഫത്വ കൊടുക്കും, ഇതിലൂടെ എത്ര സക്കാത്ത് കൊടുക്കുന്നുണ്ട്, എത്ര സ്വതക്ക കൊടുക്കുന്നത്, നീ അല്ല അവിടെ 3 പള്ളി ഉണ്ടാക്കിയത്, അപ്പോൾ ഇനിയും ഇതിലൂടെ വന്നാൽ നിനക്ക് ഇനിയും 2 പള്ളി വേറെ ഉണ്ടാക്കാമല്ലോ. എന്തിന് ഇത്ര ഹറാമിങ്ങനെ സമ്പാദിച്ചിട്ട് വേറെ പള്ളി എന്തിനാ ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ? അതിലും മെച്ചം എന്താണ്? ആ ഹറാമ് സമ്പാദിക്കാതെ ഹലാല് മാത്രം സമ്പാദിച്ച് അള്ളാഹിനോട് ദുആ ചെയ്യല. ഇങ്ങനെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരാൻ്റെ കക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹറാമ് സമ്പാദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഈ നിലക്ക് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, ആണും പെണ്ണും ഒക്കെ അറിയാം, ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും കൂടിയതാണ്, അതിൻ്റെ പിന്നാലെ പോയതാണ് ആളുകൾ നശിക്കാൻ കാരണം. നമ്മളങ്ങനെ ഉണ്ടോ ഇല്ലേന്ന് ചിന്തിക്കുക. ആളുകൾക്ക്, നമ്മൾക്ക് എല്ലാവർക്കും ദുനിയാവാ വലുത് അല്ലേ? ദീനിൻ്റെ ഒരു വിഷയത്തിൽ നമ്മൾക്ക് അത്ര താല്പര്യമില്ല. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാലാണ് ദീനിൻ്റെ ഒരു വിഷയത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾക്ക് മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുക. എന്നാൽ ദുനിയാവിൻ്റെ നിങ്ങൾ നോക്കി നോക്കിയേ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? എല്ലാ വിഷയങ്ങളിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ദുനിയാവിൻ്റെ ഒരു കാര്യം വരും, ഞാൻ ഉദാഹരണങ്ങളിലൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്വയം എനിക്ക് എന്നെ അറിയാം, നിനക്ക് നിന്നെ അറിയാം, അവൾക്ക് അവളെ അറിയാം, അവനെ അറിയാം. നമ്മുടെ മനസ്സങ്ങനെയാണ്. അള്ളാഹ് പറയാണ്, കാഫിര്യങ്ങൾക്ക് ഇതിങ്ങനെ ഭംഗിയായി കൊടുക്കുക. ഈ ആളുകൾ ദുനിയാവിൻ്റെ പളവളപ്പിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്ന ആൾക്കാർ വയസ്ഹറൂന, നമ്മൾക്കുണ്ടാകുന്ന രണ്ടാമത്തെ സ്വഭാവം വയസ്ഹറൂന മിനല്ലദീന ആമനു. സാധുവിനെ കാണുമ്പോൾ, വിശ്വാസികളെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുക? ഒരു പരിഹാസം തോന്നും. ഒരു സാധു പോകുന്നുണ്ടില്ലേ, ഒന്ന് ഓൻ്റെ ഒരു കോലം നോക്കിയേ, ഓൻ്റെ ഡ്രസ്സ് നോക്കിയേ, ഓൻ്റെ ഒരു മുഖം നോക്കിയേ, ഓളൊരു മക്കനൻ്റെ വലിപ്പം നോക്കിയേ, ഓളൊരു പർദ്ദേൻ്റെ വലിപ്പം നോക്കിയേ. ആകെ 20 വയസ്സായിട്ടേ ഉള്ളൂ അല്ലേ? അതുപോലെ തന്നെ എപ്പോഴും പള്ളി തന്നെ, പള്ളി. അതുപോലെ തന്നെ ജോലി. ഒരു സദസ്സിൽ കല്യാണ വീട്ടിലേക്ക് വന്നാൽ, ഒരു സൽക്കാര വീട്ടിലേക്ക് വന്നാൽ, ഒരു കൂട്ടയിരിക്ക് വന്നാൽ അവനൊന്നിലും ഹറാമിലോ ഒന്നിലും ഇല്ല. അപ്പോൾ ആ സാധുവിനെ കാണുമ്പോൾ ഇവർക്കൊക്കെ ഒരു പുച്ഛ, പറഞ്ഞാൽ എത്തില്ല. ഖുർആൻ്റെ അത് വേറെ സ്ഥലത്തുണ്ട് അല്ലേ? ഇന്നല്ലദീന അജ്റമു, തീർച്ചയായും കുറ്റവാളികളായ ആളുകൾ വിശ്വാസികളെ കാണുമ്പോൾ യൽഹഖൂൻ, അവരെന്ത് ചെയ്യാണ്? ചിരിക്കുകയാണ്. ഇങ്ങനെ കണ്ണിറുക്കി കാണിച്ച് ചിരിക്കും അല്ലേ? അവരിങ്ങനെ കാണുമ്പോൾ ചിരിക്കും, പോകുമ്പോൾ ഇങ്ങനെ കണ്ണുകൊണ്ട് ഒരു മറ്റേ മോശപ്പെട്ടതിന് ഇതാ കണ്ടില്ലേ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. എത്ര സ്വകാര്യമാരുണ്ടാവും നമ്മളൊക്കെ. പക്ഷെ പരലോകത്തെത്തുമ്പോൾ നേരെ ഒരു മറുപടി വരാനുണ്ട്. ഇവിടുന്ന് കളിയാക്കിയ ആൾക്കാരൊക്കെ, തഖ്വയുള്ളവരൊക്കെ പരലോകത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ എത്തിയിട്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും അക്രമായവൻ ആരാണ്? തഖ്വയുള്ളവനാ. അവിടെ വെച്ചിട്ട് ഈ പരിഹസിച്ച ഒരു നരകം ഇങ്ങനെ കാണുമ്പോൾ ഈ തഖ്വയുള്ളവരൊക്കെ അന്നൊരു പരിഹാസമുണ്ട്. അതാണ് ശരിക്കുള്ളൊരു പരിഹാസം അല്ലേ? ഇവിടെ പറയാണ്, ദുനിയാവിൽ അവരെന്ത് ചെയ്യും? സത്യവിശ്വാസികൾ കാണുമ്പോൾ ഇങ്ങനെ പരിഹസിക്കും. നമ്മളെ നാവുന്നൊന്നും ഒരിക്കലും വരാൻ പാടില്ല കേട്ടോ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് തോന്നാണ്, മലയാളിസിനൊക്കെ നമ്മൾക്കൊക്കെ ഒരു തോന്നലുണ്ട്, നമ്മൾ തന്നെ കുറച്ച് കൂടിയോ എന്നുള്ള ഡൗട്ടാണ് നമ്മൾക്ക്. അപ്പോൾ നമ്മളെക്കാളും കൂടുതലുള്ളവരെ കാണുമ്പോൾ പിടിക്കാനില്ല. എന്തുകൊണ്ടാണ് പിടിക്കാത്തത്? ഓനും നമ്മളെപ്പോലെ തെറ്റുകാരനാകണം. എല്ലാവർക്കും ഇഷ്ടം അതാ. നമ്മളൊരു കുറ്റം ചെയ്യുകയാണെങ്കിൽ ഓനും കൂടെ ആ കുറ്റം ചെയ്തിരിക്കണം, എന്നാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അതെങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് ചെയ്യിപ്പിക്കും. കുത്തുവാക്ക് പറയും, കുറവാക്കി പറയും അല്ലേ? വൈലുല്ലിക്കുല്ലി ഹുമസത്തില്ലുമസ എന്നറിയില്ലേ? പരസ്പരം കുത്തി പറയുക, കുറവാക്കി പറയുക. എന്തുകൊണ്ടാണ്? അല്ലതി ജമഅ മാലം വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഈ പറഞ്ഞ ആയത്തുമായിട്ട് തന്നെ നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിയോ? പൈസ ഇങ്ങനെ, പണം ഇങ്ങനെ എണ്ണി കണക്കാക്കി നോക്കും, അതിങ്ങനെ ഒരുമിച്ച് കൂട്ടും. അത് ഒരുമിച്ച് കൂട്ടി ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും. അവൻ വിചാരിക്കും ഈ പണം എനിക്ക് എപ്പോഴും ഉപകരിക്കും, എന്നെ ഒന്നും പറ്റൂല. പക്ഷെ അവൻ അറിയുന്നില്ല. ഫമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. മനുഷ്യ, നീ ഒന്ന് മറിഞ്ഞ് വീണാൽ, നീ ഒന്നവിടെ വീണ് കഴിഞ്ഞാൽ നിൻ്റെ പൈസ നിനക്ക് എന്ത് ചെയ്യൂല? ഒരു ഉപകാരം ഉണ്ടാകൂല. ICUവിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് അവസാനം ഡോക്ടർമാർ പറയും ഇവിടുന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു രക്ഷയില്ല അല്ലേ? വെറുതെ എത്ര നിങ്ങളുണ്ടല്ലോ, പ്രായം കൊണ്ടാകട്ടെ, പ്രായം അല്ലാത്ത രോഗികളാകട്ടെ, എത്രയോ ആളുകൾ തിരുവനന്തപുരത്ത് RCC, തലശ്ശേരി ക്യാൻസർ സെൻറ്റർ, കോഴിക്കോട് വെച്ചിട്ട് എത്ര രോഗികൾ, ക്യാൻസർ രോഗികൾ അല്ലേ, ഏതോ ആകട്ടെ, പറയും അവർ ഇനി ഇവിടെ വേണ്ട,
ചികിത്സയില്ല, ചികിത്സ കഴിഞ്ഞു, ഞങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട ചികിത്സ കഴിഞ്ഞു, ഇനി നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നൊരവസ്ഥയിലെത്തുമ്പോൾ അള്ളാഹ് ചോദിക്കുക, നീ ഉണ്ടാക്കിയ, നീ സമ്പാദിച്ച ഒരു പണവും നിനക്ക് ഉപകാരപ്പെടുത്തൂല. ഈ പണം നിൻ്റെ കയ്യിൽ വന്നപ്പോഴായിരുന്നു നീ എല്ലാവരെയും കളിയാക്കിയത്. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്ന. വേണ്ട മനുഷ്യൻ വല്ലാണ്ട് ധിക്കാരായി പോയിട്ടുണ്ട്. എപ്പോഴാണത്? എനിക്ക് ഞാൻ തന്നെ മതി എന്നൊരു തോന്നൽ വരുമ്പോൾ. എൻ്റെ കയ്യിൽ പണമുണ്ട്, എല്ലാവർക്കും എന്നൊരു ചിന്തയാണത്. ഞാൻ ആരെ പേടിക്കണ്ട, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എന്തുപകാരം ഉണ്ടാകുക അല്ലേ? എന്തുപകാരം നമ്മൾക്ക് ഉണ്ടാകും? ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട്, നാടിൽ പണം ഉണ്ടായിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മളെപ്പോഴും മനസ്സിലാക്കിക്കോ, പടച്ചോൻ്റെ തൗഫീക്കും അള്ളാഹിൻ്റെ സഹായവും ഇല്ലാതെ ലോകത്തുള്ള മുഴുവൻ സമ്പത്തും നമ്മുടെ കയ്യിലുണ്ടായിട്ടൊരു കാര്യവുമില്ല. മരണം എന്ന് പറയുന്ന ഒന്നിൽ നിന്ന് നമുക്കാർക്കും തടുക്കാൻ പറ്റില്ല. അള്ളാഹു ഒരു അസുഖം തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തടുക്കാൻ പറ്റില്ല. എന്തോ ആകട്ടെ, അതുകൊണ്ട് എപ്പോഴും ദുനിയാവ് നമ്മളെ വല്ലാതെ പരീക്ഷിക്കും. ഒരു സത്യവിശ്വാസിയെയും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, നല്ല മുത്തഖിയായി ജീവിക്കുന്ന ഒരാളെയും നമ്മുടെ നാവ് കൊണ്ടോ കണ്ണുകൊണ്ടോ ആംഗ്യത്തിലൂടെയോ സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ ഒരു ഫോൺ വിളിയിലൂടെയോ എവിടെയും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പരിഹാസം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് അവരെ കാണുമ്പോൾ ഒരു ചിന്തയാണ്, പഠിച്ചവനെ ഓനക്ക് അത്രയായല്ലോ, എന്നെ നീ അങ്ങനെ ആക്കണേ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അതാ വേണ്ടത്. രണ്ട് വിഷയത്തിൽ നമുക്ക് അസൂയ, അനുവാദം. അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഇഷ്ടം പോലെ പണം കൊടുക്കുന്ന, ധനം കൊടുക്കുന്ന, സദക്ക നൽകുന്ന ഒരാളെ കാണുമ്പോൾ അള്ളാഹു എനിക്കും നീ താ, അതുപോലെ എന്നെ ആക്കിത്താ. നല്ല ഇൽമുള്ള ഒരാളെ കാണുമ്പോൾ ആ അറിവ് അയാൾ പങ്കുവെക്കുന്നതനുസരിച്ച് അള്ളാഹു എനിക്കും നീ ഇൽമു താ, അറിവ് താ, ഞാനും അങ്ങനെ ആകാം. നമ്മൾ ഇത് രണ്ടും മരണം വരെ പഠിച്ചോലെ നീ എനിക്ക് ദീനി പഠിപ്പിക്കുന്നൊരു മേഖലയിലേക്ക് എന്നെയോ എൻ്റെ മക്കളെയോ എൻ്റെ മക്കളെ എത്തിക്കല്ലേ എന്ന നമ്മളെ പ്രാർത്ഥന നമ്മൾ ചെയ്യേയില്ലേ അല്ലേ? അതുപോലെ തന്നെ സമ്പത്ത് കൊടുക്കുന്ന ഒരാളെ കാണുമ്പോൾ പ്രാർത്ഥന പോയിട്ട് നമുക്കൊരു മനസ്സിലൊരു ആഗ്രഹം വേണ്ടേ? ഒരിക്കലുമില്ല. പണം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കെ എനിക്ക് വേണം, ഒക്കെ എനിക്ക് പിടിച്ചു വെക്കണം എന്ന ചിന്തയുള്ളൂ, പാടില്ല. എന്നാൽ വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, ഇവിടെ ഇതൊക്കെ കളിക്കും, ഇവിടെ ഇവരെല്ലാവരുടെയും കാണും. പക്ഷെ അള്ളാഹിൻ്റെ പരലോകത്തെത്തി കഴിഞ്ഞാൽ ആരായിരിക്കും മുകളിൽ നിൽക്കുന്നത്? തഖ്വയുള്ളവർ. അവൻ ഏതാ വേണ്ടത്? നമുക്ക് ഏതാ വേണ്ടത്? നമ്മളിപ്പോൾ എന്താ പോക്കെങ്ങനെയാണ്? നമ്മളെ നാവ് കൊണ്ട് അള്ളാഹിനെ സാക്ഷി നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, ഉത്തരം പറയുന്നതും. നമ്മളിപ്പോഴത്തെ പോക്ക് അവിശ്വാസികളുടെ പോക്കാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ തടസ്സം നിൽക്കുന്നത്? ദുനിയാവ് തന്നെ. വലാ തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, വല്ലാത്ത സാധന ഈ ദുനിയാവ്. നിങ്ങളെ ദുനിയാവ് പറ്റിക്കാതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, വഞ്ചകനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, അഥവാ ഷെയ്ത്താൻ. ദുനിയാവും ഷെയ്ത്താനും തന്നെ നമ്മളെ വഞ്ചിക്കുന്നത്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക് ബി റബ്ബിക്കൽ കരീം, എന്താണ് മനുഷ്യ നിന്നെ ചതിക്കുന്നത് അത്യുദാരനായ നിൻ്റെ റബ്ബിൻ്റെ വിഷയത്തിൽ? സത്യം അറിഞ്ഞിട്ട് നീ എന്താ ഇങ്ങോട്ട് പോകുന്നത്? ഖബറുണ്ട് എന്നും ചോദ്യം എന്നും മഹ്ശറുണ്ട് എന്നും നരകമുണ്ടെന്നും ഒക്കെ നിനക്കറിയാം. പക്ഷെ നിൻ്റെ പോക്ക് നരകത്തിലേക്കുള്ള പോക്കാണ്. അത് പാടില്ല. ഖിയാമത്ത് നാളിൽ ഇന്ന് നീ സുഖിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ അവരെക്കാളൊക്കെ നിനക്ക് ഉയർന്നു നിൽക്കണോ? ഒന്നേ വേണ്ടൂ, തഖ്വ മാത്രം വേണം. തഖ്വ മാത്രം വേണം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നുള്ള പറഞ്ഞില്ലേ? അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത്, അത് അള്ളാഹു പരിഗണിക്കുന്നത് അവൻ്റെ തഖ്വ അനുസരിച്ച് കൊണ്ടാണ്. ഹലാലും ഹറാമും സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഇവിടെ കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സാരയില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ കൊടുക്കും. നമ്മളെ മനസ്സിനെ പറ്റിയിട്ടാണ് അള്ളാഹു തആല ഈ കാര്യം പറഞ്ഞത്. തഖ്വ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മളെ പേടി എന്താണെന്നറിയോ? എല്ലാവരുടെ പേടിയും തഖ്വ അനുസരിച്ച് ജീവിച്ചാൽ ഇവിടെ പൈസ കിട്ടൂല അല്ലേ? ഇവിടെ നമ്മളെ സമ്പത്തൊക്കെ എന്താണ്? ഹലാലിനെക്കാട്ടധികം ഹറാമ. മിക്സിങ് ഇല്ലാത്ത ആരെടുത്തും ഉണ്ടാവില്ല അല്ലേ? മിക്സിങ് ഇല്ലാത്തതും ഉള്ളതും തമ്മിലുള്ള ജോലി വരുമ്പോൾ നമ്മൾ നോക്കുക എന്താണ്? മിക്സിങ്. ആ നിലക്ക് പരിഗണിക്കും. എപ്പോഴും നമ്മളതാ ചെയ്യുന്നത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇവിടെ എൻ്റെ കയ്യിൽ കുറേ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? പക്ഷെ അള്ളാഹ് പറയുക, തഖ്വയുള്ളവർ പരലോകത്ത് അവിശ്വാസികളുടെ മുകളിലാണെങ്കിലും ചങ്ങാതിമാരെ, അത് മാത്രമല്ല, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെയാണ് കൊടുക്കുക. ഇതാർക്കാണ് കൊടുക്കുക? സത്യവിശ്വാസിക്കോ കാഫിറിനോ കൊടുക്കുക?
സത്യവിശ്വാസിക്ക്. പക്ഷെ പിന്നെ നമ്മളെന്താ നോക്കുന്നത്, സത്യവിശ്വാസികൾ പട്ടിണിയായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ കൊടുക്കൽ ചിലപ്പം ഇവിടെയായിരിക്കാം, ചിലപ്പോൾ ഇവിടെയായിരിക്കാം, പരലോകത്തായിരിക്കാം. ഏറ്റവും കൂടുതൽ അള്ള കണക്കില്ലാതെ കൊടുക്കേണ്ടത് ലോകത്താർക്കായിരുന്നു? അല്ല, ഒരു വ്യക്തി ആർക്കാ? അള്ളാഹുവിൻ്റെ റസൂലിന് അല്ലേ? പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചത് എങ്ങനെയാണ്? ദാരിദ്ര്യത്തിൽ, ജൂതൻ്റെ കയ്യിൽ പടയെങ്കിൽ പണയം വെച്ചിട്ട്. എന്താ അള്ളാഹുവിൻ്റെ റസൂൽ ഖുർആൻ്റെ താഴത്തുണ്ട്, ഒമൻ യത്തഖില്ല, അള്ളാഹിനെ സൂക്ഷിച്ചോ, യജ്അൽ ലഹു മഖ്റജ, എക്സിറ്റ് തരും, അല്ലാ മഖ്റജ് തരും, തുറസായ വഴി തരും, കണക്കില്ലാത്ത വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹ് നിങ്ങൾക്ക് തരുകയും ചെയ്യും ഉപജീവനം. റസൂലുള്ളാഹിക്ക് കിട്ടിയോ? അത് കിട്ടിയില്ലേ? കിട്ടിയിട്ടുണ്ട്. എന്താണ് കിട്ടിയത്? സ്വർഗം. നമ്മളെ കണക്കൂടൽ കിട്ടിയിട്ടില്ല. നമ്മളെ കണക്കൂടൽ ഇവിടെ തരുന്ന, ഇവിടെ കുറേ പൈസ തരുമെങ്കിൽ എല്ലാവരും തക്കുവ ഇല്ലേ റെഡി ആയിരിക്കും. എല്ലാ വർഷവും ഹജ്ജിൽ അറഫയിൽ വെച്ചിട്ട് ഓരോരു കോടിയൊന്നും വേണ്ടല്ലേ, 1,00,000 കിട്ടിയാൽ മതി. കൊടുക്കുകയാണെങ്കിൽ ഹജ്ജിന് ക്യൂ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ആളുകൾക്ക് വേണ്ടി അപ്പോഴും കണക്ക് കൂട്ടുന്നത്? ആയിട്ടില്ല, ഇത് ഈ ഭാരം കൂടി തീരട്ടെ, ഇതും കൂടെ തീരട്ടെ, ഒക്കെ ഇവിടുത്തെ ടൈറ്റാ. എന്താ ദാനം നൽകാത്തത്? ഈ സദസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന, നമുക്ക് പരിചയമില്ല, നമ്മൾ 10 ആൾ കൂടി നമുക്കൊരു പള്ളി ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടും ചിന്തിക്കാട്ട് പോകുന്നുമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ കുടുസായി പോകും. പക്ഷെ അള്ള പറയാണ്, തഖ്വ അനുസരിച്ച് ജീവിച്ചോ, ഹറാമും ഹലാലും നോക്കി ജീവിച്ചോ, അള്ള കണക്കില്ലാതെ തരും. ചിലപ്പോൾ ഇവിടെ തന്നെ ഖൈർ തരും, സാമ്പത്തികം തന്നെ തരും കേട്ടോ. ഞാൻ അള്ള പിന്നെ തഖ്വ അനുസരിച്ച് ജീവിക്കുമ്പോൾ, ഈമാൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ള തരില്ല എന്നല്ല, അള്ള ചിലപ്പോൾ നല്ലോണം തരും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരായ ഇബ്നു ആദം, മനുഷ്യപുത്ര, അൻഫിഖ്, നീ ചെലവഴിച്ചോ എങ്കിൽ നിനക്കും കിട്ടും. നിൻ്റെ കയ്യിലുള്ളത് നീ ചെലവഴിച്ചോ, ആകാശത്തുള്ളവൻ ആർക്ക് തരും? നിനക്കും തരും. ബിലാലെ, നീ നന്നായി ചെലവഴിച്ചോ, അർശിൻ്റെ ഉടമസ്ഥൻ അവിടുന്ന് ഒന്നും നിനക്ക് കിട്ടൂല. അല്ലെങ്കിൽ അർശിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കലുള്ള ഖജനാവിലുള്ളതിനെപ്പറ്റി നീ ഒന്നും പേടിക്കണ്ട. കൊടുക്കും തോറും നിനക്ക് എന്ത് ചെയ്യും? കിട്ടിക്കൊണ്ടേയിരിക്കും. സൂറത്ത് സബ് 39-ാമത്തെ ആയത്ത്, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്ത് ചെലവഴിച്ചാലും പകരം അള്ള തരും. കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് പകരം കിട്ടാനല്ലേ നമ്മളെല്ലാവരും ചെയ്യുക. അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്ത് ചെലവഴിച്ചാലും അള്ള എന്ത് തരും? പകരം തരും. അത് ഉറപ്പാണ്. നമ്മൾ ദുനിയാവത്തതിന് എന്ത് ചെയ്യലുണ്ട്. നമ്മളൊരാൾക്ക് ഒരു വീട് കൂടലിന് എന്തെങ്കിലും ഒരു കസേര വാങ്ങിക്കൊടുക്കുമ്പോൾ കണക്കാട് വെച്ചേക്കും, നമ്മൾ കൂടുമ്പോൾ 2 എണ്ണം ചിലപ്പോൾ കിട്ടിയിരിക്കും. മനുഷ്യരൊരു പൂതി അങ്ങനെയാണ് അല്ലേ? 2 കൂടി അങ്ങോട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് പ്രയാസമാണ്. ഒക്കെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ചെയ്യും, ഇങ്ങോട്ട് കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ട് കൊടുക്കും. എന്നാൽ അള്ള പറയാണ്, എന്ത് ചിലവഴിച്ചോ അള്ള പകരം തരും. എന്നാൽ മനസ്സിലാക്കണം, എല്ലാ പ്രഭാതത്തിലും മലക്കുകൾ ഇറങ്ങി വന്ന് 2 രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവേ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുന്നവന് നന്നായിട്ട് പകരം കൊടുക്കണേ. അത് കൊടുക്കുന്നവർക്ക് വേണ്ടി ദുആ. എന്നാൽ നേരെ മറിച്ചൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, ഒന്നും കൊടുക്കാത്ത പിശുക്കനില്ല, ഇങ്ങനെ കൈ ഇങ്ങനെ ബാക്ക് കെട്ടിയിടുന്ന ആൾക്കാർ, നശിപ്പിക്കണേ അള്ളാഹു എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകൾ. അതുകൊണ്ട് തഖ്വ അനുസരിച്ച് ജീവിച്ചാലും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാലും ദുനിയാവിലും നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിക്കേണ്ട. അള്ള കോരുന്ന കിണറ്റിലാണ് വെള്ളം പിന്നെയും ഉറവ് പൊട്ടുന്നതെങ്കിൽ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കും തോറും അള്ള എന്ത് തരും? തന്നുകൊണ്ടേയിരിക്കും. ആർക്കെങ്കിലും പരിചയമുണ്ടോ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചിട്ട് പട്ടിണിയായിപ്പോയി ആരെങ്കിലും ഉണ്ടോ? ഇതിൽ ഇല്ല. നമ്മൾ ആ നിലയ്ക്ക് ചിലവഴിച്ചിട്ട് നമുക്ക് എപ്പോഴും ടെൻഷൻ വന്നിട്ടുണ്ടോ? ഇല്ല. മനസ്സിനൊരു സുഖം കിട്ടും. ബാക്കി എന്തും, എത്ര ടൂർ നമ്മൾ പോയി നോക്കിയേ, ഏത് നല്ല പിന്നെ കാണാൻ പോയ സ്ഥലത്തും വരുമ്പോൾ ആ പണ്ടത്തെ മൂഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടാവും. വീട്ടിൽ നിന്നാണ് പോയതെങ്കിൽ ആ വീട്ടിൽ കയറുമ്പോൾ ആ കണ്ടതൊക്കെ പോയി വീടായി അല്ലേ? നേരെ മറിച്ച് അങ്ങനെയല്ല. മനസ്സറിഞ്ഞുകൊണ്ടൊരു പാവത്തെ സഹായിച്ചു നോക്കിയത് നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സിലൊരു മധുരം ഉണ്ടാവും. ആരും കാണാതെ ഒരാളെ സഹായിക്കുന്ന രംഗം, അത് വല്ലാത്തൊരു അനുഭവം ഉണ്ടാവും. അള്ളാഹു ആ നിലക്ക് നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യരെ, നിങ്ങളിങ്ങനെ ചെലവഴിക്കാതെ വെക്കുന്ന പണം ഉണ്ടല്ലോ, ഇബ്നു ആദം, നീ ചെലവഴിക്കാതെ നിനക്ക് എന്താ കയ്യുള്ളത്? നീ തിന്നത് നിനക്ക് കിട്ടി, അതങ്ങനെ നശിച്ചു. ധരിച്ചത് വസ്ത്രമായിട്ട് നിനക്ക് കിട്ടി, അതങ്ങനെ നുരുമ്പിച്ചു. അതുപോലെ തന്നെ പിന്നെ നീ ഏതെങ്കിലും ആളുകൾക്ക് ദാനം കൊടുത്തെങ്കിൽ അതും അവിടെ ബാക്കിയായി. ഒമാ സിവാദാലിക്ക ഫദാഹിബും വതാരിക്കുഹു ലിന്നാസ്, ഇങ്ങനെ തിന്നതോ കുടിച്ചതോ ധരിച്ചതോ ചെലവഴിച്ചതോ അല്ലാത്ത എല്ലാ പണവും ഉണ്ടല്ലോ,
നീ താരിക്കുഹുലിന്യാസ്, ജനങ്ങൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യും? വിട്ടേച്ച് പോകും. നീ സമ്പാദിച്ച് കൂട്ടുന്നതൊക്കെ നീ മരിച്ചാൽ നിനക്കല്ല ഉപകരിക്കുക. ആയിരിക്കും ഉപകരിക്കുക? നിൻ്റെ ബാക്കിയുള്ള ആളുകൾക്കാണ് ചെയ്യുക. അതുകൊണ്ട് ആ നിലക്ക് മനസ്സിലാക്കിക്കോ. അടുത്ത ആയത്ത്, കാനന്നാസു ഉമ്മത്തൻ വാഹിദ, ജനങ്ങളൊക്കെ ഒറ്റ സമൂഹമായിരുന്നു, ഒരേ സമുദായമായിരുന്നു എല്ലാ ജനങ്ങളും. ഫബഅസല്ലാഹു, അല്ലാഹു തആല നിയോഗിച്ചു, അന്നബീന, പ്രവാചകന്മാരെ, മുബശ്ശിരീന, സന്തോഷം അറിയിക്കുന്നവരായി, വമുൻദിരീൻ, താക്കീത് നൽകുന്നവരായും. കാനന്നാസ് ഉമ്മത്തൻ വാഹിദ, ജനങ്ങളൊക്കെ ഒരേ സമുദായമായിരുന്നു. ഫബഅസല്ലാഹു നബിയീന, അല്ലാഹു തആല നബിമാരെ നിയോഗിച്ചു, മുബശ്ശിരീന, സന്തോഷമറിയിക്കുന്നവരായി, വമുൻദിരീന, താക്കീത് നൽകുന്നവരായും. വ അൻസല മഅഹുമുൽ കിതാബ, അവർക്കൊപ്പം അല്ലാഹു തആല കിതാബ് ഇറക്കി, വേദഗ്രന്ഥത്തെ ഇറക്കി, ബിൽ ഹഖി, സത്യവുമായിട്ട്, ലിയഹ്കുമ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ പ്രവാചകന്മാരുടെ കൂടെ സത്യവുമായി യഥാർത്ഥ പ്രകാരം അല്ലാഹു തആല കിതാബ് ഇറക്കി, വേദഗ്രന്ഥങ്ങളെ ഇറക്കി. എന്തിനാണ് വേദഗ്രന്ഥത്തെ അല്ലാഹ് ഇറക്കിയത്? ലിയഹ്കുമ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തിൽ വിധി കൽപ്പിക്കണം? ഫീ മഖ്തലഫു ഫീഹ്, അവർ ഭിന്നിച്ച വിഷയങ്ങളിൽ, ഭിന്നാഭിപ്രായങ്ങളായ കാര്യങ്ങളിൽ വിധി കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു വേദഗ്രന്ഥങ്ങളെ ഇറക്കിയത്. എന്നാൽ അള്ളാഹ് പറയുക, വമഖ്തലഫ ഫീഹി, അവർ ആ വേദഗ്രന്ഥത്തിൽ ഭിന്നിച്ചിട്ടില്ല, ഇല്ലല്ലദീന ഊതുഹു, അവർക്ക് വന്നിട്ടല്ലാതെ. ഇത്തിരി നിങ്ങളുള്ള ആയത്താട്ടോ, ആയത്ത് ഫുള്ള് വായിച്ചിട്ട് ഞാൻ അർത്ഥം വിശദീകരിച്ച് തരാം. അള്ളാഹ് പറയാണ്, എല്ലാ മനുഷ്യരും ഒരേ സമുദായമാണ്, അവർക്ക് സന്തോഷം പറയാനും താക്കീത് നൽകാനും മുന്നറിയിപ്പ് നൽകാനും അള്ളാഹു ആരെ നിയോഗിച്ചു? പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരെ നിയോഗിച്ചപ്പോൾ സത്യപ്രകാരം അവർക്ക് എന്തും കൊടുത്തു? കിതാബ് കൊടുത്തു. എന്തിനാ കിതാബ് കൊടുത്തത്? ഭിന്നാഭിപ്രായമുള്ള തർക്കമുള്ള വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അള്ളാഹ് പറയുക, അവർ അങ്ങനെ വമഖ്തലഫ ഫീഹി, ഭിന്നിച്ചിട്ടില്ല, ഭിന്നാഭിപ്രായത്തിലായിട്ടില്ല, ഇല്ലല്ലദീന ഊതുഹു, അവർക്ക് വന്നിട്ടല്ലാതെ, മിൻ ബഅദി മാ ജാഅത്, അവർക്ക് എത്തിയിട്ടല്ലാതെ, മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, അഥവാ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നെത്തിക്കഴിഞ്ഞിട്ടല്ലാതെ അവർ എന്ത് ചെയ്തിട്ടില്ല? ഭിന്നിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ ഭിന്നിക്കാൻ കാരണം? ബഗയം ബൈനഹും, അവർക്കിടയിലെ വിദ്വേഷം, അസൂയ, മത്സരബുദ്ധി, അതൊക്കെയാണ് ബഗീൻ്റെ അർത്ഥം, ധിക്കാരം. ഇത് എല്ലാ സമുദായങ്ങളും ഭിന്നിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഈ അസൂയ അല്ലെങ്കിൽ ധിക്കാരം, മാത്സര്യബുദ്ധി, ഈ അതിര്, ആ നിലക്കുള്ള തോന്നിവാസങ്ങൾ, അതാണ് അവർ ഭിന്നിക്കാനുള്ള കാരണം. അങ്ങനെ ഭിന്നിച്ചപ്പോൾ ഫഹദല്ലാ, അല്ലാഹു തആല ഹിദായത്ത് നൽകി, സന്മാർഗം നൽകി. അല്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല മാർഗദർശനം നൽകി. ലിമഖ്തലഫു ഫീഹി, അവർ ഭിന്നിച്ച വിഷയത്തിൽ, അഥവാ സത്യവിശ്വാസികൾക്ക് അവരെന്തിലാണോ ഭിന്നിച്ചത് അതിൽ അല്ലാഹു തആല അവർക്കൊരു മാർഗനിർദ്ദേശം നൽകി. മിനൽ ഹഖി, സത്യത്തിൽ, ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അള്ളാഹ് അവരെ ഈ ഭിന്നിച്ചതിൽ നിന്ന് മെല്ലെ ഹിദായത്തിലേക്ക് രക്ഷപ്പെടുത്തുകയാണ്. വല്ലാഹു, അള്ളയാകട്ടെ, യഹ്ദി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു. ഇലാ സിറാത്തിൻ മുസ്തഖീം, നേർ മാർഗത്തിലേക്ക്. ഇതാണ് ആയത്തിൻ്റെ അർത്ഥം. ഉദ്ദേശിക്കുന്നത്, ആദ്യം ഭൂമിയിലേക്ക് വന്ന മനുഷ്യനാരായിരുന്നു? ആദം നബി. ആദം നബിക്ക് മക്കളുണ്ടായി, കുടുംബം ഉണ്ടായി, ഒരേ ആദർശമായിരുന്നു, അല്ലേ? നൂഹ് നബി വന്നു. എന്തിനാ നൂഹ് നബി വരാൻ കാരണം? ആദം നബിക്കും നൂഹ് നബിക്കും ഇടയിൽ 10 തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന ചരിത്രകാരന്മാർ, മുഫസ്സിരിങ്ങളൊക്കെ പറയുന്നത്. എല്ലാവരും ഒരേ അഭിപ്രായം, ഒരേ ആദർശത്തിൽ തന്നെയായിരുന്നു. ആ ഒരേ ആദർശത്തിൽ നിൽക്കുന്ന ഈ ആളുകൾ കാലങ്ങൾ കഴിയുന്തോറും എന്തായി? പിഴച്ചുപോയി. അങ്ങനെ പിഴച്ചു പോയപ്പോൾ അല്ലാഹു തആല നൂഹിനെ ഇറക്കി. ഇങ്ങനെ ഓരോ സമൂഹം, ഒരു നൂഹ് നബി വന്നു, വെള്ളപ്പൊക്കം വന്നു, എല്ലാ മുശ്രിക്കുകളെയും കാഫിറുകളെയും അല്ലാഹ് നശിപ്പിച്ചു. ആര് മാത്രം ഭൂമിയിൽ ബാക്കിയായി എന്ന് പറ, എല്ലാവരും പറഞ്ഞേ, സത്യവിശ്വാസികൾ മാത്രം ബാക്കിയായി, അല്ലേ? അല്ലാഹു തആല അവരിലും പിന്നീട് എന്തായി? ഭിന്നാഭിപ്രായങ്ങളുണ്ടായി. അപ്പോഴാണ് അടുത്ത നബി അല്ലാഹ് അയക്കുന്നത്. ഇങ്ങനെ നബിമാരെ അയക്കുമ്പോൾ ആദ്യമായിട്ടൊരു സമൂഹത്തിലേക്ക് വന്ന റസൂൽ നൂഹ,
ഒരു സമൂഹത്തിലേക്ക് സത്യം പറയാൻ വേണ്ടി വന്നതാരാ? നൂഹ് നബിയാ. അങ്ങനെ നബിമാരെ അള്ളാഹ് അയച്ചു. ഈ നബിമാരെ അയക്കുമ്പോൾ റസൂലുകൾക്ക് അല്ലാഹു തആല കിതാബുകൾ നൽകുന്നു, ശരീഅത്ത് പഠിപ്പിക്കാൻ, സത്യസന്ദേശം പഠിപ്പിക്കാൻ. ഭിന്നിച്ചു പോയൊരു വിഷയം ഉണ്ടാകുമല്ലോ, ആ ഭിന്നാഭിപ്രായത്തിൽ ശരി ഏത് തെറ്റേത് വിധി കൽപ്പിക്കാനാണ് വേദഗ്രന്ഥത്തെ നൽകുന്നത്. എന്നാൽ അള്ളാഹ് പറയുക, ഒരു സമൂഹവും ഒരു മനുഷ്യരും ഏത് സമൂഹത്തിലെ ആളുകളാകട്ടെ അവർ ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഞങ്ങൾ ഭിന്നിച്ചത് ഞങ്ങളെ അല്ലാഹു തആല ഭിന്നിച്ച വിഷയം പോലെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ചോദിക്കലില്ലേ, നിങ്ങൾ ഇങ്ങനെ പറയുന്നു, അവരങ്ങനെ പറയുന്നു, അവരിലും പണ്ഡിതരില്ലേ ഇവരിലും പണ്ഡിതരില്ലേ എന്ന് അവർക്കറിയില്ലേ? അള്ളാൻ്റെ ഖുർആൻ സത്യം ചെയ്യാണ് അവർക്കറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങൾ നോക്കിയേ, അള്ളാൻ്റെ ഖുർആൻ ഓതിയിട്ട് കേരളക്കരയിൽ അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്യാൻ ആരും ആയത്തോതിയിട്ടില്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ടൊരു ആയത്ത് കേട്ടത് എവിടെ വെച്ചിട്ടാണ്? കൊട്ടപ്പുറത്ത് വെച്ചിട്ടാണ് ആയത്ത് കേട്ടത്. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് ദുആ ചെയ്യാൻ ആയത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യമായിട്ടൊരു മലയാളക്കരയിലൊരു ഒരു മുസ്ലിയാർ എഴുന്നേറ്റ് പറയാണ്, ആയത്തുണ്ട്. വസ് അൽ മൻ അർസൽന, നീ ചോദിക്ക്, മൻ അർസൽന മിൻ ഖബ്ല എന്ന് തുടങ്ങുന്നൊരു ആയത്ത് ഓതി. അതുവരെ കേരളത്തിൽ ആയത്തില്ലായിരുന്നു. അറിയാഞ്ഞിട്ടാണോ ഈ ആയത്ത്? അല്ലേ? ഏത് വിഷയത്തിലാണ് അറിയാത്തത്? തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ വെച്ചിട്ട് മറ്റൊരാളായത്തോതി സദസ്സിൽ നിന്ന് ചോദ്യം, സ്ത്രീധനം തിന്നാൻ പാടുണ്ടോ? പെണ്ണിൻ്റെ മുതൽ തിന്നാൻ പാടുണ്ടോ? എന്താ സ്ത്രീധനം? കല്യാണത്തിന് മുമ്പ് ഡിമാൻഡ് വെക്കുകയാണ്, ഇത്ര സ്വർണം, ഇത്ര പണം, ഇങ്ങനത്തെ കാറ്, ഇങ്ങനത്തെ ജോലി, അത് വിസയാകാൻ ജോലിയാകാൻ എന്തോ ആകാം. ഔങ്ങി സ്ത്രീധനം വാങ്ങുന്ന ആൾക്കാരുണ്ട്, ഔങ്ങാണ്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. ചോദ്യം വാങ്ങാൻ പറ്റുമെന്നാ ഒരു പണ്ഡിത് ഉത്തരം കൊടുക്കുകയാണ്. എന്താണ്? പിന്നെ ഫഇൻ തുബിന ലക്കും അൻ ഷൈഇൻ മിൻഹു ഫക്കുലു ഹനി മരിയ, പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തൃപ്തിപ്പെട്ട് തന്നാൽ അത് വാങ്ങി തിന്നോ എന്ന് അള്ളാൻ്റെ ഖുർആൻ്റെ അകത്തുണ്ട്. സ്ത്രീധനത്തിനായത്തായി. അറിയാഞ്ഞിട്ടാണോ? ഈ അറബി ഓതിയ ആൾക്ക് തൊട്ട് മുമ്പത്തൊരായത്തുണ്ട്, വ ആത്തുൻ നിസാ സ്വദുഖാത്തിഹിന്ന നിഹില, പെണ്ണുങ്ങൾക്ക് നിങ്ങൾ മഹർ മനസ്സറിഞ്ഞുകൊണ്ട് മഹർ നൽകണേ എന്ന് പറഞ്ഞു. എന്നിട്ടല്ല പറയാണ് ആയത്തിൽ ഫഇൻ തുബിന ലക്കും അൻ ഷൈഇൻ മിൻഹു, ആ കൊടുത്ത മഹറിൽ നിന്ന് കുടുങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ അവരെന്തെങ്കിലും തൃപ്തിപ്പെട്ട് തന്നാൽ, ഭീഷണിപ്പെടുത്തിയിട്ടല്ല, അല്ലെ അങ്ങോട്ടേക്ക് പോയിട്ട് കാട്ടി വിട്ടിട്ടല്ല, അവർക്കൊരു അലിവ് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, അപ്പം എന്തെങ്കിലും തന്നാൽ അത് തൽക്കാലം ഉപയോഗിച്ചോ എന്നാണ് പറഞ്ഞത്. കൊടുത്ത മഹറിൽ നിന്ന് ഇങ്ങോട്ട് തരുമ്പോൾ തൽക്കാലം തിന്നോ. സ്ത്രീധനം എന്നല്ല, സ്ത്രീധനത്തിനാണ് ഈ ആയത്ത് ഓതിയത്. അറിയാഞ്ഞിട്ടാണോ? അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാൻ വേണ്ടി ആയത്തുകൾ ഓതുകയാണ്, അല്ലേ? എന്തൊക്കെ ആയത്തുകൾ ഓതിക്കൊണ്ടേയിരിക്കുന്നു, അല്ലേ? അള്ളാഹുവിൻ്റെ ഖുർആനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടേയിരിക്കുന്നു. സൂറത്തു നിസായിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ച്. അറിയാഞ്ഞിട്ടല്ല, അറിയും. അള്ളാഹിൻ്റെ ഖുർആൻ നെസ്സാണ്. ഭിന്നിച്ചു പോയ എല്ലാ സമുദായത്തിനും അവർക്ക് അറിയാം, അവർ അറിയിച്ചിട്ടുമുണ്ട്. അറിയാത്ത രീതിയിൽ ആരെ അള്ളാഹ് ചെയ്തിട്ടില്ല, ഭിന്നിപ്പിൽ നിന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അവരതിൽ നിൽക്കുന്നത്? ബഗ്യം ബൈനഹും, പരസ്പരമുള്ള പകയാ. എല്ലാ സംഘടനയായിക്കോട്ടെ, എല്ലാ ടീമും ആയിക്കോട്ടെ, തമ്മിൽ തെറ്റാൻ ഏറ്റവും വലിയ കാരണം എന്താണ്? മനസ്സിലെ വൈരാഗ്യ. അതിങ്ങനെ വിദ്വേഷങ്ങൾ വളർന്ന് പിന്നെ ഓൻ്റെ ആദർശമൊക്കെ തെറ്റായിരിക്കും, നമ്മളെ ആദർശമൊക്കെ ശരിയായിരിക്കും. അതേത് സംഘടനയാണെങ്കിലും. പക്ഷേ അല്ലാഹു തആല അതിൽ ഒന്നിന് ഹക്കായിട്ട് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടാകും. ഭിന്നിച്ച് നിന്ന ആൾക്കാർ, തെറ്റി നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് അല്ലാഹു തആല ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ ബാധ്യത എന്താണ്? എന്തിലാണോ സത്യമുള്ളത്, അള്ളാൻ്റെ ആദർശം എന്തിലാണുള്ളത്, ആ ഹക്ക് എന്തിലാണുള്ളത്, അതിൽ മാത്രം. മനുഷ്യർക്ക് ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു സംഘടനയിലും വ്യക്തികളെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. വ്യക്തികൾക്ക് അബദ്ധങ്ങളുണ്ട്, അവർക്കുണ്ടാകും, നമ്മൾക്കുണ്ടാകും, നമ്മുടെ കുടുംബത്തിനുണ്ട്, അവരുടെ കുടുംബത്തിനൊക്കെ ഉണ്ടാകും. പക്ഷെ അതല്ല, നമ്മുടെ നിലപാടുകൾ അള്ളാഹുവിൻ്റെ ഖുർആനും സുന്നത്തും ഏതൊരാദർശത്തിലാണോ ഉള്ളത് അതിലേക്കാണ് നമ്മൾ ക്ഷണിക്കേണ്ടത് ആളുകളെ. അതിലേക്കാണ് നമ്മൾ ആളുകളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ലോകത്ത് എന്ത് പറയാനും ആളുകളുണ്ട്, ഇഷ്ടംപോലെ പറയാൻ ആൾക്കാരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് തൗഹീദ് പറയുന്ന ആളുകൾ മാത്രം ഒറ്റപ്പെട്ടു പോകുന്നത്? അത് കേൾക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. എന്താ തൗഹീദ്? അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. ലോകത്തുള്ള മറ്റുള്ള ഏത് അല്ലാഹുവല്ലാത്ത എല്ലാം അത് പിന്നെ ആരാധിക്കപ്പെടാൻ പാടില്ലാത്തതാ എന്ന് പറയുമ്പോൾ ബഹുഭൂരിഭാഗവും ലോകത്ത് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നവരാ, ബഹുഭൂരിഭാഗവും. അപ്പോൾ ഒരിക്കലും ഭൂരിഭാഗം ആളുകൾക്ക് എന്ത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല? ഈ ന്യൂനപക്ഷത്തെ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. ആ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അള്ളാഹ് പറയാണ്, ആ വിഭാഗത്തിൽ നിന്ന് അള്ളാഹു ഇങ്ങനെ വിശ്വാസികളെ രക്ഷപ്പെടുത്തും. അത് ഗൗരവത്തിൽ നിങ്ങളുടെ നാടുകളിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിലുണ്ടാകണം,
ചിന്തയുണ്ടായിരിക്കണം. അറിയാത്തത് കൊണ്ടല്ല, അറിയാത്ത പാവപ്പെട്ട ആളുകളുണ്ടാവും. പക്ഷെ ആയത്തോതുന്നവർക്കും ഹദീസ് ഓതുന്നവർക്കും ഇതൊക്കെ അറിയാം. സത്യത്തിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയൊക്കെ പിന്നെ സംവാദങ്ങളോ അല്ലെങ്കിൽ ആ നിലക്കുള്ള പ്രഭാഷണങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു വിഷയത്തിൽ ഇസ്ലാമിക പ്രമാണം ഖുർആനിലെ ആയത്തും സ്വഹീഹായ ഹദീസുകളും മാത്രമായിരിക്കും. പക്ഷേ പലപ്പോഴും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ എന്തായിരിക്കും? ദഈഫായ ഹദീസുകളായിരിക്കും, അല്ലെങ്കിൽ മൗലൂ ആയതായിരിക്കും. മൗലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടി ഉണ്ടാക്കിയ കഥ തന്നെ, അല്ലേ? അങ്ങനത്തെ എന്തുമാത്രം കെട്ടുകഥകൾ. നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് സൈറ്റിൽ അടിച്ചു കൊടുത്താൽ മതി. ആളുകളുടെ നാവിലൂടെ പിന്നെ പുറത്തേക്ക് വരുന്ന കെട്ടുകഥകൾ. നിങ്ങളിന്ന് ഒരുപാട് നൂറുകണക്കിന് ഹദീസുകൾ അതാ ഇറാഖിൽ നിന്ന് ഇങ്ങനെ കള്ളപ്പണം ഉണ്ടാക്കുന്നത് പോലെ അടിച്ചിറക്കുന്ന ഹദീസുകൾ. ഇന്ന് ഇന്തോനേഷ്യ ബേസ് ചെയ്തിട്ട്, അത് ഫിലിപ്പീൻസ് ബേസ് ചെയ്തിട്ട് ഒരുപാട് കഥകൾ നിങ്ങൾ കണ്ടില്ലേ? ഇത് നിങ്ങൾ 10 ഷെയർ ചെയ്യും, 100 ഷെയർ ചെയ്യും, ഈ പോരിശ ഒന്നും ഉണ്ടാകില്ല, അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ആളുകൾ ഇതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുക. സത്യം എല്ലാവർക്കും അറിയാം, പക്ഷെ തമ്മിൽ തെറ്റാനുള്ള ഏറ്റവും വലിയൊരു പോയിൻ്റ് ആളുകളുടെ കാരണം പരസ്പരമുള്ള പകയ അസൂയയാണ്. അതുണ്ടാകുമ്പോൾ രണ്ടാൾ തമ്മിൽ തെറ്റി, 2 ചേരിയായി. അവനെന്ത് പറഞ്ഞാലും ഇവന് ഇഷ്ടമുണ്ടാവില്ല, ഇവനെന്ത് പറഞ്ഞാൽ അവനും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഓൻ പറഞ്ഞതൊക്കെ ഓനെന്ത്, അല്ലേ? അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞില്ലേ, അയാൾ അള്ള ഒന്നാന്ന് പറഞ്ഞാൽ ഞാൻ അള്ള 2 ഉണ്ടെന്ന് ഞാൻ തെളിയിക്കും. അങ്ങനെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന്. അയാൾ 1 എന്ന് പറഞ്ഞാൽ 2 ഉണ്ട് എന്ന് പറയും. ഈ നിലയ്ക്ക്, അല്ലേ? ആളുകളോട് ചോദിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ മിനയിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് പിന്നെ ഈ തമിഴ്നാട്ടിലെ ഭാഗത്തില്ലേ, പിന്നെ അജ്മീറല്ലല്ലോ, ഏർവാടിയിൽ തീപിടിച്ച് ദുരന്തം ഉണ്ടായപ്പോൾ ഏർവാടിയിൽ എന്തിനാണ് പോകുന്നത്? അവിടുത്തെ ഷെയ്ഖിൻ്റെ കറാമത്താണ്. എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം ഉണ്ടാവും. അവിടെ തീപിടിച്ചു, ഏർവാടിത്തെ ഷെയ്ഖ് എന്താ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുക, മിനയിൽ തീപിടിച്ചപ്പോൾ നിങ്ങളല്ല എന്താ ചെയ്ത്? ഓക്കെ, മിനയിൽ തീപിടിച്ച് ഹാജിമാർ മരിച്ചപ്പോൾ നിങ്ങൾ അള്ളാഹ്ക്ക് എന്തായിരുന്നു പണി? അള്ളാഹിനോടാണോ? മഖ്ലൂക്കിനെ? അള്ളാഹു തആല എന്തുകൊണ്ട് ആളുകളെ മരിപ്പിക്കുന്നു, എന്തുകൊണ്ട് പരീക്ഷിക്കുന്നു? അള്ളാഹു തആല മുകല്ലിഫ്, അള്ളാഹുവിന് എല്ലാത്തിനും അധികാരമുണ്ട്. മനുഷ്യർക്ക് അങ്ങനെ നമ്മൾക്കൊരാൾ തീപിടിച്ച് കത്തുമ്പോൾ ഇങ്ങനെ മൊബൈലും പിടിച്ച് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? പാടുണ്ടോ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? രക്ഷിക്കണം, അല്ലേ? അതാണ് നമ്മുടെ ബാധ്യത. ഈ നിലക്ക് പരസ്പരമുള്ള പക വരുമ്പോൾ ഈ നിലക്കാണ് ആയത്തുകൾ ഓതുന്നത്, ഹദീസുകൾ ഓതുന്നത്, അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അള്ളാഹു തആല സത്യവിശ്വാസികളെ മാറ്റി. എന്തിൽ നിന്ന്? അവർ ഭിന്നിച്ച വിഷയത്തിൽ നിന്ന് അള്ളാഹു ഇങ്ങനെ മാറ്റുകയാണ്. ഇവിടെ അള്ളാഹു സത്യവിശ്വാസികളെ മാറ്റിയെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ സമുദായത്തിന് അള്ളാഹുടെ ചില പ്രത്യേകതകൾ കൂടി മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു മെല്ലെ ഇങ്ങനെ മാറ്റിയെന്ന് പറയുമ്പോൾ ജൂതർ, ജൂതർക്ക് അള്ളാഹു തആല നൽകിയത് ശനിയാഴ്ചയാണ്, അല്ലേ? വെള്ളിയാഴ്ചയുടെ പ്രത്യേകത പറയുമ്പോൾ ഈ ആയത്തിന് ഹദീസുകൾ പിന്നെ മുഫസ്സിരിങ്ങളൊക്കെ വിശദീകരിക്കുന്നത് വെള്ളിയാഴ്ച നമ്മൾക്ക് പ്രത്യേകമാക്കി തന്നു എന്ന. വിശ്വാസികളെ അള്ളാഹു തആല അവരിൽ നിന്നിട്ട് മാറ്റി എന്ന് പറയുമ്പോൾ അള്ളാഹു തആല വെള്ളിയാഴ്ചയിൽ നിന്ന് ജൂതരെ, ക്രിസ്ത്യാനികളെ, അവല്ലല്ലാഹു അനിൽ ജുമുഅ, അള്ളാഹു ജുമുഅ ദിവസത്തിൽ നിന്ന് ജൂതരെ തെറ്റിച്ചു, നസ്രാണികളെ തെറ്റിച്ചു. ജൂതർക്ക് അള്ളാഹ് ശനിയാഴ്ച കൊടുത്തു, ക്രിസ്ത്യാനികൾക്ക് അള്ളാഹ് ഞായറാഴ്ച കൊടുത്തു. ഫജാ അള്ളാഹു ബിന, അള്ളാഹ് നമ്മളെ കൊണ്ടുവന്നു. അള്ളാഹു തആല നമ്മൾക്ക് എന്ത് തന്നു? വിശേഷ ദിവസമായിട്ട് ഫ്രൈഡേ തന്നു, ജുമുഅ ദിവസം തന്നു, അല്ലേ? നമ്മളാണ് അവസാനത്തെ സമുദായം. പക്ഷേ പരലോകത്ത് ആദ്യം വിചാരണക്കെടുക്കുക ഏത് സമുദായത്തെയായിരിക്കും? നമ്മളെയായിരിക്കും. എല്ലാത്തിൽ നിന്നും വ്യത്യാസം ഉണ്ടായി. ജൂതർ ഖിബില ബൈത്തുൽ മുഖദ്ദസാക്കി, നസ്രാണികൾ കിഴക്കാക്കി. അള്ളാഹു നമ്മൾക്ക് പിന്നെ ഖിബില പിന്നെ കഅബയാക്കി തന്നു. ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ നമ്മളെ മാറ്റി അവരിൽ നിന്ന്. ജൂതന്മാർ ഇബ്രാഹിം നബി ജൂതനാന്ന് പറഞ്ഞു, കാന യഹൂദിയ, നസ്രാണികൾ നസ്രാണിയാന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹ് മാറ്റി, വലാക്കിൻ കാന ഹനീഫ മുസ്ലിമ. നിസ്കാരത്തിൽ മാറ്റി. ചില ആളുകൾ റുക്കുണ്ട്, സുജൂദില്ല, നിന്നുകൊണ്ട്, നടന്നുകൊണ്ട്, സംസാരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നു. നമ്മുടെ നിസ്കാരം അവരിൽ നിന്നുള്ള മാറ്റി. നോമ്പ് ഇവർക്ക് പ്രത്യേകതയുണ്ട്. പിന്നെ പകലിൽ ചില സമയം മാത്രം, ചില ഭക്ഷണം മാത്രം ഒഴിവാക്കിയിട്ടുള്ള നോമ്പുണ്ട്. നമ്മുടെ നോമ്പ് അവരിൽ നിന്ന് അള്ളാഹു തആല മാറ്റി തന്നു. ഇങ്ങനെ പല വിഷയങ്ങളിലും ഇവരിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെയും നമ്മളെയും അള്ളാഹ് എന്ത് ചെയ്തു? മാറ്റി. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അള്ളാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് പഠിക്കണം. ഏത് പ്രാർത്ഥനയാണ് പ്രാരംഭത്തിൽ നമ്മൾ ചൊല്ലൽ നിസ്കാരത്തിൽ? വജ്ജഹ്തു, ഇനി അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി, അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹ് എന്ന് പറയുന്ന പ്രാർത്ഥന. രാത്രി നിസ്കാരത്തിൽ ഏത് പ്രാർത്ഥനയായിരുന്നു റസൂൽ ചൊല്ലിയിരുന്നത്? പോയി, അല്ലേ?
വിത്തറായിട്ടോ തഹജ്ജുദായിട്ടൊക്കെ നിസ്കാരമില്ലേ? നമ്മൾ എത്ര വയസ്സായി അല്ലേ? ഏതെങ്കിലും ഒരു പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീല ഫാത്തിറ സമാവാതി വൽ അർള് ആലിമുൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന അബ്ദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമുഖ്തലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ ആയത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലേ? പഠിച്ചോനെ അള്ളാഹുവേ, ജിബ്രീലിൻ്റെ റബ്ബേ, മീകായിലിൻ്റെ റബ്ബേ, ഇസ്രാഫീലിൻ്റെ റബ്ബേ അല്ലേ, ആകാശഭൂമി നീയാണ് ഉണ്ടാക്കിയത്, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ നീയാണ്. അൻത തഹ്കുമു ബൈന അബ്ദിക്. ഈ ആയത്ത് നോക്കിയോ നിങ്ങൾ അല്ലേ? നീയാണ് അള്ളാഹുവെ എന്ത് ചെയ്യുന്നത്? ഹുക്മ വിധി നിർണ്ണയിക്കുന്നത്. അൻത തഹ്കുമു ബൈന അബ്ദിക് ഫീമാ കാനു ഫീഹി യഖ്തലിഫ്. ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ ആരാ തീരുമാനം ഉണ്ടാക്കുന്നത്? അള്ളാഹുവെ നീയാണ്. ഇഹ്ദിനി, നീ എനിക്ക് ഹിദായത്ത് താ അല്ലേ? ഭിന്നിച്ച വിഷയത്തിൽ ആരാ നിനക്ക് ഹിദായത്ത് തരേണ്ടത്? നീ താ റബ്ബേ. എന്നിട്ട് പറയാണ് ഇന്നക തഹ്ദീ മൻ തശാ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ പ്രാർത്ഥന രാത്രി നിസ്കാരത്തിൽ നമ്മളെല്ലാവരും ദുആ ചെയ്യേണ്ടത് ഈ ദുആയാണ്. പാതിരാ നേരത്ത് അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും ഇൻഷാ അല്ലാഹ്, ഒരാളല്ല എല്ലാവരും ഉണ്ടാകണം. പഠിക്കാൻ എളുപ്പമായിരിക്കും, നമുക്കിത് പഠിക്കാൻ കഴിയുകയും ചെയ്യും. മലയാളത്തിൽ എഴുതി പഠിക്കാനുണ്ടാവും. ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിൻ്റെ രക്ഷാകവചം എന്നുള്ള പ്രാർത്ഥന പുസ്തകം ഇവിടെയുണ്ട്. ഇവിടെ കൊടുത്ത് ജാലിയാത്തിൻ്റെ പുസ്തകം തീർന്നു പോയിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഉണ്ടോയെന്നെങ്കിലും ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാവും രാത്രി നിസ്കാരത്തിൽ ഈ ദുആ. നമ്മൾ പഠിക്കുക, എഴുതി പഠിക്കുക, അപ്പോഴാണ് പഠിക്കാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.